ഒരു വശത്ത് പറയുന്നത് സ്ത്രീകൾക്ക് കൂടി KSRTC കൊടുക്കാന്നാണ് പറയുന്നത്, മറുവശത്ത് പറയുന്നത് ഇപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ പ്രശ്നത്തിലാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ബാധ്യതയിലേക്ക് എത്തും എന്ന് മറുവശത്തും പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര ഗൃഹപാഠം ഈ ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സാമ്പത്തിക തലസ്ഥിതി റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് തന്നെ, അതിനുശേഷം സഭയ്ക്ക് പുറത്തും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്ക് അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം മാത്രമാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വ്യവസായ മേഖലയും പ്രത്യേകിച്ച് പൊതുമേഖലയോടുമുള്ള ഈ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാക്കുന്നതാണ് ഈ തലസ്ഥിതി റിപ്പോർട്ട്. തലസ്ഥിതി റിപ്പോർട്ട് അല്ലെങ്കിൽ ധവളപത്രം അതൊരു രാഷ്ട്രീയ രേഖയല്ല, അത് വിദഗ്ധരുടെ രേഖയാണെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയം പൂർണ്ണമായും തന്നെ ആ രേഖയ്ക്കകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷം, നിങ്ങൾ വലതുപക്ഷമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രഖ്യാപനമായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് നെഹ്റുവിയൻ ലെഫ്റ്റ്, ഒരു പുതിയ സംവിധാനമായി നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന രൂപത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് മാറുന്നത്. ആ നെഹ്റുവിയൻ ലെഫ്റ്റിൻ്റെ പ്രതീകമായിട്ടാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചില മാധ്യമങ്ങൾ തന്നെ അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ വളർച്ചയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാണുകയും അവയാണ് യഥാർത്ഥ ക്ഷേത്രങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ അതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രാനന്തര വികസനത്തിൽ പൊതുമേഖല പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ തലസ്ഥിതി റിപ്പോർട്ടോ ധവളപത്രമോ ആയിട്ടുള്ള രേഖ പൊതുമേഖലയെ പൂർണ്ണമായും കൈയൊഴിയുന്നതാണ്. പൊതുമേഖലയെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ഭാഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, KSRTC പോലെ, KSEB പോലെ, വാട്ടർ അതോറിറ്റി പോലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള സർവീസുകൾ, അവയെ കേവലം ലാഭനഷ്ട കണക്കുകളിലൂടെ മാത്രം സമീപിക്കുന്നു എന്നുള്ളതാണ് ഈ തലസ്ഥിതി റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം. അവയെല്ലാം നഷ്ടമുണ്ടാക്കുന്നതാണ്. അതിനു പകരം ഉൽപാദനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സബ്സിഡിയിൽ നിന്ന് ഉപഭോഗത്തെ അടിസ്ഥാനപ്പെടുത്തി സബ്സിഡിയിലേക്ക് മാറുന്നു. ഇപ്പോൾ KSRTCയിൽ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ എത്രയാണോ ആ സഞ്ചാരത്തിന് ആവശ്യമായി വരുന്ന ചെലവ് അത് യാത്രക്കാർ പൂർണ്ണമായിട്ട് വഹിക്കുക. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, നേരത്തെ കോൺഗ്രസ് തന്നെ എതിർത്തിരുന്ന ചില ഭാഗങ്ങളുണ്ട്, അത്തരത്തിലുള്ള ട്രാൻസ്ഫർ സംവിധാനം കൊണ്ടുവരാം. വാട്ടർ അതോറിറ്റിയും അങ്ങനെ തന്നെ. അങ്ങനെ പൂർണ്ണമായിട്ടും നവ ഉദാരവൽക്കരണ നയങ്ങളുടെ പുതിയ കാലത്തിൻ്റെ പ്രയോഗമാണ് ഈ തലസ്ഥിതി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 91 നടപ്പിലാക്കിയ നവ ഉദാരവൽക്കരണ നയങ്ങളാണ് കോൺഗ്രസിന്റെ തിരിച്ചടിയുടെ ഒരു കാരണം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് മാറി നെഹ്റുവിലേക്ക് തിരിച്ചു പോകുന്നു. നെഹ്റുവിനെ BJP ഉപേക്ഷിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെയാണ് പൂർണ്ണമായും നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെയും കൈയൊഴിഞ്ഞുകൊണ്ട് നവ ഉദാരവൽക്കരണ സംവിധാനം നടപ്പിലാക്കുന്നത്. പിന്നെ പൊതുമേഖലയെക്കുറിച്ച് വ്യവസായ രംഗത്ത്, ഉൽപാദന മേഖലയിൽ, പൊതുമേഖലയിൽ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങളും ഉപജീവന മാർഗങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവയെ ഓഹരി വിറ്റഴിക്കൽ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, അല്ലെങ്കിൽ ക്ലോഷർ, ഈ 3 പരിഹാരമായിട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പൊതുമേഖലയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ രേഖ പൂർണ്ണമായിട്ടും അജ്ഞത നടിക്കുകയോ അല്ലെങ്കിൽ അത് അവഗണിക്കുകയോ ചെയ്യുന്നു. നേരത്തെ ചൗധരി കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് UDF ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വിറ്റഴിക്കലിന് ശ്രമം നടന്നിരുന്നു. ആ ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറെ മെച്ചപ്പെടുത്തിയ, ശക്തിപ്പെടുത്തിയ വർഷമായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് പൊതുമേഖല ശക്തിപ്പെടുത്തുക, ലാഭകരമാക്കുക, മത്സരക്ഷമമാക്കുക. അതിനുവേണ്ടി പോൾ ആന്റണി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർ ചുമതലപ്പെടുത്തുകയുണ്ടായി. കേരളത്തിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വിരമിച്ചയാളെ ചെയർമാനായിക്കൊണ്ട്
ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ BPT എന്ന പുതിയ സംവിധാനം രൂപീകരിച്ചു. ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി വിദഗ്ധ സമിതികളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കി തൊഴിലാളികളുമായി ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് അവയ്ക്ക് അംഗീകാരം നൽകി. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വതന്ത്ര ഡയറക്ടർമാരെ നിയോഗിച്ചു. സ്വീപ്പർ മുതൽ ഏത് പെർമനന്റ് പോസ്റ്റും മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള എല്ലാ പോസ്റ്റുകളും സുതാര്യമായ റിക്രൂട്ട്മെന്റ് സംവിധാനം പഴയ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ബോർഡിനെ നിയോഗിച്ചു. ഓരോ സ്ഥാപനവും ഗവൺമെന്റുമായി MOU ഒപ്പുവയ്ക്കണം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും ഉയർന്ന റെക്കോർഡായിട്ടാണ് ഈ 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കി. എന്ന് മാത്രമല്ല, നേരത്തെ ഇതിനകത്ത് ഒരു ഭാഗം പറയുന്നുണ്ട്, അവസാന ഭാഗം പറയുന്നുണ്ട്, ഓഡിറ്റുകളെല്ലാം തന്നെ കൃത്യസമയത്ത് ഉണ്ടാകണം. അപ്പം എനിക്ക് തോന്നുന്നു വേണ്ടത്ര ഒരു പരിശോധന പോലും നടത്താതെയാണ് ഈ തലസ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് 45 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അപ് ടു ഡേറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിങ്ങിൽ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിങ്ങിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. CAG നിയോഗിക്കുന്ന ആളുടെ സൗകര്യം കൂടി പരിഗണിച്ചിട്ടാണ് അവസാനമായിട്ട് നൽകുക. 10-15 വർഷത്തെ കുടിശ്ശിക ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൽ നിന്ന് മാറി പരമാവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയി ഓഡിറ്റിംഗ് വന്നു. ലാഭകരമായി സ്ഥാപനങ്ങൾ പ്രവർത്തന രംഗത്തേക്ക് വന്നു. 35 PSUകൾ ഈ വർഷം ടേൺ ഓവർ വർധനവ് കാണിച്ചിട്ടുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 35 PSUകൾ കൂടുതൽ ടേൺ ഓവർ കാണിച്ചു. 29 PSUകൾ നേരത്തെ പറഞ്ഞ പോലെ ലാഭത്തിലായി. PSUകളുടെ മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് 107 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. നേരത്തെ നഷ്ടത്തിലായിരുന്നു. മൊത്തത്തിലുള്ള പ്രോഫിറ്റ് 107 കോടി രൂപയായി വർദ്ധിച്ചു. 5374.97 കോടി രൂപ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളായി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറി. ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കി മാറ്റുന്നതിനുള്ള വലിയ പദ്ധതിയാണ് കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോയത്. കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങൾ, KMML പോലുള്ള സ്ഥാപനങ്ങളെല്ലാം വലിയ ലാഭകരമായി. KPBL നമ്മൾ ഏറ്റെടുത്ത HNL നിന്ന് ഏറ്റെടുത്ത സ്ഥാപനമാണ്. അതോ ഇപ്പോൾ ഈ രേഖയിൽ പറയുന്നത് ലോസിന്റെ കൂട്ടത്തിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നു. കഴിഞ്ഞ ബജറ്റിൽ 741 കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല നിക്ഷേപമാണ് KPPLന്റെ സെക്കൻഡ് ഫേസിന് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുകൂടെ കേരള റബ്ബർ ലിമിറ്റഡ് പുതിയ പബ്ലിക് സെക്ടർ കമ്പനി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ചു. അതിന്റെ അലോട്ട്മെന്റ് കഴിഞ്ഞു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. KEML പുതിയ പൊതുമേഖലാ സ്ഥാപനം കേന്ദ്രത്തിൽ നിന്ന് ഏറ്റെടുത്തത് കാസർഗോഡ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്കായി. അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി പൊതുമേഖലയെ ശക്തിപ്പെടുത്താനാണ് കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചത്. അതിലിപ്പോൾ ഇവർ പറയുന്നു ആ ഭൂമി എങ്ങനെ ആ സ്ഥാപനത്തിന് മെച്ചപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കാം. ഇപ്പൊ തന്നെ വ്യവസ്ഥയുള്ളതാണ്. ഇപ്പൊ ട്രാക്കോ കേബിൾ വലിയ പ്രതിസന്ധിയിലായി. ട്രാക്കോ കേബിൾ പ്രതിസന്ധിയിലായപ്പോൾ ആ ലാൻഡ് ഇൻഫോ പാർക്കിന് കൊടുത്തു. പക്ഷെ ആ പണം പൂർണ്ണമായിട്ടും ട്രാക്കോ കേബിളിന്റെ വികസനത്തിനും തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ തീർക്കുന്നതിനു വേണ്ടി വിനിയോഗിച്ചു. അതേപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന ലാൻഡ് പബ്ലിക് സെക്ടറിന് തന്നെ മറ്റു രൂപത്തിൽ ജോയിന്റ് വെഞ്ചറുകൾ ആരംഭിക്കാം. ഇങ്ങനെ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അവയൊന്നും കാണാതെ പൂർണ്ണമായും ഓഹരി വിറ്റഴിക്കൽ, അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം എന്ന ഒറ്റമൂലി നടപ്പിലാക്കുന്നത് BJP സർക്കാർ നടപ്പിലാക്കുന്ന കോൺഗ്രസ് തുടങ്ങിയ പൊതുമേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. ഇത് കേരളത്തിന്റെ ദീർഘകാലത്തേക്കുള്ള വികസനത്തിന് തെറ്റായിട്ടുള്ള രീതിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഒരു ഭാഗം. അതിൽ പറയുന്ന ഒരു വാചകം 48ാമത്തെ പേജിൽ പറയും, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് 1.53 ലക്ഷം കോടിയുടെ താല്പര്യപത്രം ഒപ്പുവെച്ചെങ്കിലും മുൻപത്തെ സമ്മിറ്റുകളുടേത് പോലെ യഥാർത്ഥ നിക്ഷേപങ്ങൾ ഇതിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. യഥാർത്ഥത്തിൽ IKGSന്റെ ഓരോ ആഴ്ചയും അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടക്കുന്നുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. FICCI, CIA തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി ആ പ്രവർത്തനങ്ങളാകെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 54,908 കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണം ആരംഭിച്ചു, ജനത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 120 പ്രൊജക്റ്റുകളാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
ഇവർ സൂചിപ്പിക്കുന്നത് പോലെ ഇതിനു മുൻപുള്ള സമ്മിറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്നത് IKGSന്റെ വിവരങ്ങൾ പൂർണ്ണമായും ഡാഷ്ബോർഡിൽ ലഭ്യമാണ്. വ്യവസായ സമൂഹം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. നല്ല രീതിയിൽ ഓരോ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഭൂമി ലഭ്യമായ പദ്ധതികളിൽ 40% നിർമ്മാണ രംഗത്തേക്ക് കടന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. എന്നാൽ ഇതിൽ പറയുന്നൊരു ഭാഗം ഉയർന്ന ഭൂമി വില, ഉയർന്ന കൂലി, തൊഴിൽ വിപണിയിലെ പരിമിതികൾ എന്നിവ വ്യവസായ നിക്ഷേപങ്ങൾ ഇപ്പോഴും പിന്നോട്ടടിക്കുന്നു. അതിൽ ഉയർന്ന വില, ഭൂമിയുടെ ഉയർന്ന വില, ആ പ്രശ്നം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കിൻഫ്രയെ ശക്തിപ്പെടുത്താനും കിൻഫ്രയ്ക്ക് 1000 കോടി രൂപ ഗവൺമെന്റ് വായ്പ നൽകി, ഈട് നൽകി വായ്പ എടുത്തുകൊണ്ട് പുതിയ പശ്ചാത്തല ഭൂമി ബാങ്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇവർ കിൻഫ്ര ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. KSIDC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും അത്തരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വകാര്യ നിക്ഷേപം കൂടുതൽ ആർജിക്കണമെങ്കിൽ ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി നൽകുന്നതിന് കിൻഫ്രയെയും KSIDCയെയും ശക്തിപ്പെടുത്തുന്നതിന് പകരം അവയുടെ ഓഹരി കൂടി വിറ്റഴിച്ച് ദുർബലമാക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും നിലവിൽ പിന്തുടരുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്തരം കാര്യങ്ങൾ കേരളം പോലെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. നമുക്ക് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പൊതുമേഖലയെ ശക്തിപ്പെടുത്തണം. ഒരേപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ കേരള കൊയർ കോർപ്പറേഷനും ഫോം മില്ലും രണ്ട് കമ്പനികളായിരുന്നു. ഈ കഴിഞ്ഞ ഗവൺമെന്റ് വന്നപ്പോൾ പ്രത്യേകം ചെയർമാൻ, പ്രത്യേക സംവിധാനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പൊ 2 കമ്പനികളിൽ ലയിപ്പിച്ചു, ഒറ്റ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ മാറ്റങ്ങൾ പൊതുമേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം മാറി സ്വകാര്യവൽക്കരിക്കുക, ഓഹരി വിറ്റഴിക്കുക, അടച്ചുപൂട്ടുക എന്ന ഒറ്റമൂലി പ്രഖ്യാപിക്കുന്ന ഈ നയം കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. അത് എല്ലാ വിഭാഗം ജനങ്ങളും അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇതിലിപ്പോ കാണേണ്ടത് ഉൽപാദന അധിഷ്ഠിത സബ്സിഡികളിൽ നിന്ന് മാറി ഉപഭോഗാധിഷ്ഠിത സബ്സിഡികളിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ കമ്പനിക്ക് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് കുറേ ബാധ്യത വരുമ്പോൾ എങ്ങനെ ആശുപത്രിക്കാരുടെ ബില്ല് കൊടുക്കാനുണ്ടാവും, സ്കൂളിൻ്റെ വാട്ടർ ചാർജ് കൊടുക്കാനുണ്ടാവും, സർക്കാർ ഓഫീസിൻ്റെ വാട്ടർ ചാർജ് കൊടുക്കാനുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. വൈദ്യുതിയെക്കുറിച്ച് പറയുന്നത് താരിഫ് ശരിയായ രൂപത്തിൽ പരിഷ്കരിക്കാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിക്കണം. സബ്സിഡി വേണമെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇവിടെയും ഈ 2 സംവിധാനങ്ങൾ ബെവ്കോ അത് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതാണ്. സിവിൽ സപ്ലൈസ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത് ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മറ്റു കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ല, അതിൽ പറയുന്നുണ്ട് ബെവ്കോ ലാഭത്തിലുള്ളതിൽ നിന്ന് നികുതി ഗവൺമെന്റ് കിട്ടുന്നുണ്ട്, അതെടുത്തിട്ടാണ് സപ്ലൈക്ക് കൊടുക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യേണ്ട ഭാഗം തന്നെയാണ്. അല്ല, അത് പൂർണ്ണമായിട്ട് ആ കണക്കുകൾ ഒന്നുകൂടി നോക്കിയിട്ടേ പറയാൻ പറ്റൂ. ഒന്ന് കാണേണ്ടത് വൈദ്യുതി, വെള്ളം, യാത്ര, ഇതെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. അത്തരം മേഖലയിൽ നിന്ന് ഗവൺമെന്റ് ആകെ പിൻവലിയുന്നു. അതാണ് അർഹരായവർക്ക് മാത്രം കൊടുക്കുന്നു. ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കും അത്തരം ഒരു വശത്ത് പറയുന്നത് സ്ത്രീകൾക്ക് കൂടി KSRTC കൊടുക്കാന്നാണ് പറയുന്നത്. മറുവശത്ത് പറയുന്നത് ഇപ്പൊ കൊടുക്കുന്നത് തന്നെ പ്രശ്നത്തിലാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ബാധ്യതയിലേക്ക് എത്തും എന്ന് മറുവശത്തും പറയുന്നുണ്ട്. അപ്പൊ വേണ്ടത്ര ഗൃഹപാഠം ഈ വിലകത്ത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, അതേ നേരത്തെ സൂചിപ്പിച്ചേ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഓരോ സ്ഥാപനത്തിനും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ചിലത് ലെഗസി ലൈബിലിറ്റികൾ ഉണ്ടായിരുന്നു, എത്രയോ കാലങ്ങളായി തുടർന്നു വരുന്ന ലൈബിലിറ്റികൾ ഉണ്ടായിരുന്നു. ആ ലൈബിലിറ്റി നിന്ന് മാറി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 10 വർഷവും നടത്തിയത്. ഈ 5 വർഷം പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തെയും ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2023-24 എത്തിക്കഴിഞ്ഞപ്പോൾ 18 കമ്പനി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് 24-25 ആയി കഴിഞ്ഞപ്പോൾ 22 കമ്പനി പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 25-26 ആയപ്പോൾ 29 കമ്പനി പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ 4000 കോടിയിൽ നിന്ന്
24-25 5100 കോടി ടേൺ ഓവറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. ഇപ്പൊ 25-26 5374 കോടി ടേൺ ഓവറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. എന്നാൽ ചിലത് നമുക്ക് ലാഭത്തിൽ ഒരു തരത്തിൽ പോകാൻ പറ്റാത്തതുണ്ട്. അതിൽ നമ്മൾ കണ്ടത് പൊതുമേഖലയിൽ നിലനിർത്തി തന്നെ ആക്ടിവിറ്റി മാറുക. ഇപ്പോൾ ഈ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ഏറെക്കാലമായി പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ജോയിന്റ് വെഞ്ചറിലേക്ക് പോയി, ഇലക്ട്രിക് സ്കൂട്ടറുകൾ മറ്റു കാര്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഇതിൽ നഷ്ടത്തിൽ പറയുന്ന പ്രധാന സ്ഥാപനമാണ്. പക്ഷെ നമ്മൾ കോട്ടൺ ബോർഡ് കൊണ്ടുവന്നു. കോട്ടൺ ബോർഡ് കൊണ്ടുവന്നപ്പോൾ ഇത് നഷ്ടമായി തുടർച്ചയായി നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് അത് പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നു. ഇത് കൂടാതെ നമ്മൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോൾ ആന്റണി കമ്മിറ്റിയുടെ റിവോൾവിംഗ് ഫണ്ട് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ സമഗ്രമായി പഠനത്തിന് വിധേയമാക്കി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാൻ കഴിയും. ഉപയോഗിക്കാതെ കിടക്കുന്ന ലാൻഡ് അത് പൊതുമേഖലയുടെ താല്പര്യത്തിന് വേണ്ടി തന്നെ ജോയിന്റ് വെഞ്ചറായോ മറ്റോ വിനിയോഗിക്കാം എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടാണ്. പക്ഷെ അതെല്ലാം കൈയൊഴിഞ്ഞ് വിറ്റ് തുലയ്ക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് പിന്നെ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചാണല്ലോ. അല്ല, യഥാർത്ഥത്തിൽ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളോട് ഉന്നയിച്ചു. ഇത്തരം ഈ കുറെ വിവരങ്ങളെല്ലാം തന്നെ ആ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്സോഴ്സിങ് നടന്നു എന്നുള്ളതാണ് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം. സാധാരണ പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് വിദഗ്ധരാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതുകൊണ്ടത് വിദഗ്ധരുടെ ഒരു പ്രഖ്യാപനമാണ്, രാഷ്ട്രീയ പ്രഖ്യാപനമല്ല എന്നുള്ളത്. പക്ഷെ ഓരോ വാക്കിലും വാചകത്തിലും രാഷ്ട്രീയം തന്നെയാണുള്ളത്. അത് നെഹ്റുവിനെ തന്നെ പൂർണ്ണമായും കൈയൊടിയുന്നതാണ് അഭിനവ നെഹ്റുവിന്റെ ഈ പുതിയ ധവളപത്രം എന്നുള്ളത്. അല്ല, അതില് ഈ 10 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? വലിയൊരു ഇത് ചെയ്തെന്നല്ല, എന്തൊരു പ്രയോഗം നടത്തിയല്ലോ ഗവൺമെന്റ്. ഈ വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ നേരത്തെ പാണക്കാട് തങ്ങൾ അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ വഖഫ് രേഖ കയറി അത് ഇവര് അപ്ലോഡ് ചെയ്തു. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആ സ്റ്റാറ്റസിനകത്തൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ 10 മിനിറ്റ് ഇൻസ്റ്റാന്റ് പരിഹാരത്തിന് ഒരു സാഹചര്യവും മാറിയിട്ടില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ഇൻസ്റ്റാന്റ് പരിഹാരത്തിന്റെ ആ നിയമപരമായ സാധുതയില്ലാത്ത അന്നേ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഗവൺമെന്റ് അവരോട് ആവശ്യപ്പെട്ടത് വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും ഈ ഭൂമി അവിടെ താമസിക്കുന്നവരുടെ ഭൂമിയിലുള്ള നിയമപരമായ അവകാശം ഉറപ്പുവരുത്തണം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ അവരിറക്കി വിടില്ല എന്നുള്ളതാണ്. ഇറക്കി വിട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇറക്കി വിടില്ല എന്ന് മാത്രമല്ല, നിയമപരമായിട്ട് അവർക്ക് ആ ഭൂമിയുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിലെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ അംഗീകരിച്ച റിപ്പോർട്ട് ഒന്ന് ചർച്ചകളിലൂടെ പരിഹരിക്കാം. ഇതിന്റെ യഥാർത്ഥത്തിൽ വഖഫ് എന്ന നിലയിലുള്ളത് അതിൻ്റെ ഉടമസ്ഥാവകാശം ഫറൂഖ് കോളേജിനാണ്. അവര് ഈ സ്ഥലം ഇവർക്ക് വിട്ടുകൊടുക്കുകയും ഫറൂഖ് കോളേജിൽ ഈ സ്ഥലം വിറ്റ് വാങ്ങിയിട്ടുള്ള സ്ഥലം വഖഫിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ഭൂമി ഫറൂഖ് കോളേജ് കണ്ടെത്തി വഖഫിലേക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ശുപാർശയിലുള്ളത്. ആ ശുപാർശയെ അടിസ്ഥാനപ്പെടുത്തി അടിയന്തരമായി ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി സെക്രട്ടറി തല കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. നിയമ സെക്രട്ടറി, ന്യൂനപക്ഷ വകുപ്പിന്റെ സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ അടിയന്തരമായി ഈ ശുപാർശ അടിസ്ഥാനപ്പെടുത്തി ചർച്ചകൾ നടത്തി അവർക്ക് പൂർണ്ണമായും വഖഫാണെന്ന് ട്രിബ്യൂണൽ വിധിച്ചാലും ഇവർക്ക് പ്രശ്നമില്ല. വഖഫാണെന്ന് ട്രിബ്യൂണൽ വിധിച്ചാൽ പോലും ഇവരെ അവിടെ സംരക്ഷിക്കുന്നതിനുള്ള കേവലം ഇറക്കിവിടാതിരിക്കൽ മാത്രമല്ല, ഭൂമിയുടെ നിയമപരമായ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ശുപാർശയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അത് നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. 10 മിനിറ്റ് പരിഹാരം കയ്യിലൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ പൂർത്തീകരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞത് വഖഫ് ഭൂമിയായിട്ട് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അല്ല, അതിൽ സ്റ്റാറ്റസിൽ മാറ്റം വരുന്നില്ല. ശരിയോ തെറ്റെന്നുള്ള സ്റ്റാറ്റസിൽ മാറ്റം വരുന്നില്ല. സ്റ്റാറ്റസ് എന്താ? 2019 തന്നെ പാണക്കാട് തങ്ങൾ അധ്യക്ഷനായ ബോർഡാണ്. കാരണം ഗവൺമെന്റിന് ഇത് വഖഫ് ആക്കണമല്ലോ എന്ന് പറയാൻ പറ്റില്ല. അതിനടിസ്ഥാനപ്പെടുത്തി ആ ബോർഡാണ് ഇത് വഖഫ് രജിസ്റ്ററിൽ ചേർത്തത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ 10 മിനിറ്റ് പരിഹാരത്തിന് സ്റ്റാറ്റസ് മാറിയിട്ടില്ല.
അല്ല, നമ്മൾ കാണേണ്ടത് എന്താ, ചെയ്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടോ? ചെയ്തതിനനുസരിച്ച് വഖഫ് ട്രിബ്യൂണലിന്റെയും കോടതികളുടെയും വിധികൾക്ക് വിധേയമായി തന്നെ നിൽക്കുള്ളൂ. ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ വെച്ച കമ്മീഷനോട് ആവശ്യപ്പെട്ടത് എന്താ, വഖഫ് ഭൂമി ആണെങ്കിലും വഖഫ് ഭൂമി അല്ലെങ്കിലും ഇവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിന്റെ ശുപാർശയിൽ ഞാൻ പറഞ്ഞത്, വഖഫ് ഭൂമിയാണെങ്കിൽ ഈ ഭൂമിക്ക് വിറ്റ് അവർ വേറെ ഭൂമി വാങ്ങിയിരിക്കുന്നു, ആ ഭൂമി നേരെ വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്താൽ ഈ ഭൂമി മാറി. ആ ശുപാർശ വായിച്ചറിയാം. അതുകൊണ്ടാണ് എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് വഖഫ് ആണെങ്കിൽ പോലും എങ്ങനെ ഇവരെ സംരക്ഷിക്കാം എന്നുള്ളത് നിയമപരമായിട്ട് സാധ്യമാകും. ഇതാണ് കമ്മീഷന്റെ ശുപാർശ. അത് നിയമ സെക്രട്ടറിയും അവരുടെ വകുപ്പിന്റെ സെക്രട്ടറിയും അടങ്ങുന്ന കമ്മിറ്റി ആ ചർച്ചകൾ പൂർത്തീകരിച്ച് അടിയന്തരമായി ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, അവരൊരു ഭൂമി വിറ്റ പണം കൊണ്ട്, ഭൂമി ശരിക്കും വിറ്റതാരാ? KPCC സെക്രട്ടറി ആയിരുന്നല്ലോ ഇതിന്റെ ആള്, വിറ്റ ആള്. ഞാൻ പറഞ്ഞത് ആ പണം കിട്ടിയിരിക്കുന്നത് ഇവർക്കാണല്ലോ. അതാണ് ഈ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവരോട് മുനമ്പം ബ്ലോക്ക് തുടങ്ങിയല്ലോ, ആ മുനമ്പം ബ്ലോക്ക് വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ ഇത് വഖഫിൽ നിന്ന് ഒഴിവാക്കും. ഇങ്ങനെയുള്ള ശുപാർശകളാണ്, റിപ്പോർട്ട് നോക്കിയാൽ അറിയാം. ആ ശുപാർശകൾ അതിനകത്തുണ്ട്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ശുപാർശ അടിസ്ഥാനപ്പെടുത്തി ചർച്ചകൾ നയിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അതെ, സെക്രട്ടറി തല കമ്മിറ്റി. ഓക്കെ.